ഹലോ നീറ്റസ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നന്നായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഒരു മെസ്സി ആയിട്ടുള്ള ടേബിളാട്ടോ. ഇത് ഞാൻ നന്നാക്കണം. ഫസ്റ്റ് എനിക്ക് മോർണിംഗിലുള്ള പണി അതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ JB5 പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ആകെക്കൂടെ ഞാൻ ഇന്നലെ രാത്രി പഠിച്ചു പോയിട്ട് എല്ലാ സബ്ജക്ട്സിൻ്റെ പല നോട്ട്സും ബുക്സൊക്കെ ഇങ്ങനെ ആയി കിടക്കുകയാണ്. സോ ഇത് നമുക്ക് ആദ്യം ക്ലീൻ ആക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും സജഷൻസോ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊക്കെ അറിയിക്കുക. ആൻഡ് ആഫ്റ്റർ ലുക്ക് ഇതാണ്. ഞാൻ DPP ആണ് ടേബിളിൽ എടുത്ത് വെച്ചേക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ടേബിൾ വേണം. സോ ഞാനത് ക്ലീനാക്കി വെച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്, ജസ്റ്റ് ഒരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ പുറത്തോടെ ചെടികളുടെയും മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു നല്ല കാം ആൻഡ് കൂൾ വൈബാണ് കിട്ടുക. ഇറ്റ് മേക്ക് മീ എന്താ പറയുക, ഒരു റിഫ്രഷ് ആയിട്ടുള്ള മൈൻഡ് തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. JB5 സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കാരണം അവരുടെ സൈലത്തിൻ്റെ ചാനലിൽ തന്നെ ഓൾറെഡി അതിൻ്റെ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്സിലപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, വേവ്സ്, റേ ഓപ്റ്റിക്സ് ആണുള്ളത്. കെമിസ്ട്രിയിൽ GOC1, GOC2, ഹൈഡ്രോ കാർബൺസ്, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അമൈൻസ് ആണുള്ളത്. ഇനി ബോട്ടണിയിലാവട്ടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ബയോടെക്നോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ബയോടെക്നോളജി ഇറ്റ്സ് അപ്ലിക്കേഷൻ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം ആണുള്ളത്. സുവോളജിയിലാണെങ്കിൽ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ, ഹ്യൂമൻ റിപ്രൊഡക്ഷൻ, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെയാണുള്ളത്. കുറേ ചാപ്റ്റേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. ധീര ബാച്ചിൽ പേൾ വീഡിയോസിൽ റൊട്ടേഷണൽ മോഷൻ കാണാമെന്ന് വിചാരിച്ച് പാർട്ട് 1 എടുത്ത് കുറച്ച് കണ്ടു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി JB5 ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്നുള്ളത്. സോ ഇനി JB5 പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോവുകയാണ്. JB5 ഈ പഴയ സിലബസ് ഞാൻ കീറിക്കളയാണ്, പുതിയത് എഴുതണം. പുതിയ സിലബസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാനിനി ഒട്ടിക്കാൻ പോവുകയാണ്. സ്റ്റഡി ടേബിളിൽ തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ GOC1ഉം 2ഉം പക്കാ നോക്കണം എന്നാണ്. അത് ഇന്നൊരു ദിവസം കൊണ്ട് GOC1ഉം 2ഉം തീരില്ല, പക്ഷേ വിത്തിൻ 3 days എനിക്കത് തീർക്കണം. സൈലത്തിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ DPP ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ GOC1ഉം 2ൻ്റെയും DPP ആണ്. സൈലത്തിൻ്റെ DPPയിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്ന് സൈലത്തിൻ്റെ DPP ആണ് ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചു തന്നെ. ഇനിയിപ്പോൾ അതത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണ്. അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് കോൺസെപ്റ്റ് അതിലൂടെ കിട്ടുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ആശയങ്ങൾ, എന്താണ് നമ്മൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ +I -I എഫക്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്ത് നോക്കുന്നത് റഫ് ബുക്കിൽ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്. വീണ്ടും എനിക്ക് ഓർഗാനിക് കെമിസ്ട്രീനെ കുറച്ച് ഭാഗം കൂടെ നോക്കണം. ആൻഡ് അഗെയിൻ പ്രോബ്ലംസ് ചെയ്യണം. അങ്ങനെ